നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡു ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട്സ് വിത്ത് മെറ്റൽസ്. ആസിഡും ബേസും മെറ്റൽസുമായിട്ട് പൊതുവെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി വഴിയാണ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത്. Take about 5 ml of dilute sulfuric acid in a test tube and add few pieces of zinc granules to it. What do you observe on the surface of zinc granules? Past the gas being evolved through a soap solution, why are bubbles formed in soap solution? Take a burning candle near a gas-filled bubble. What do you observe? Repeat this activity with some more acids like HCl, HNO3, CH3COOH. Are the observations in all the cases the same or different? നമുക്ക് ആക്ടിവിറ്റിയിൽ താഴെ തന്നിരിക്കുന്ന പോലെ കുറച്ച് അപ്പാരറ്റസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആ തന്നിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സിങ്കിൻ്റെ ഗ്രാന്യൂൾസ് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ സിങ്കിൻ്റെ സർഫസിൽ ചെറിയ ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട്. ഇവിടെ സം ബബിൾസ് ആർ ഫോംഡ്. അത് ഹൈഡ്രജൻ ഗ്യാസാണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് വരുന്ന ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് നമ്മൾ ഈ ട്യൂബ് വഴി ഇവിടെ സോപ്പ് സൊല്യൂഷനാണ്. ഈ സോപ്പ് സൊല്യൂഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ ബബിൾസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോപ്പ് ബബിൾസ് ആണ് ഉണ്ടാകുന്നത്. ഈ സോപ്പ് ബബിൾസിൻ്റെ ഉള്ളിൽ ഈ ഗ്യാസ് ആയിരിക്കും, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഈ ഹൈഡ്രജൻ ഗ്യാസ്, ഈ വരുന്ന ഗ്യാസിൽ നമ്മളൊരു ക്യാൻഡിൽ, നമ്മൾ കത്തിച്ച ക്യാൻഡിൽ ഈ സോപ്പ് സൊല്യൂഷനിൽ ഇതിന്ന് വരുന്ന ബബിൾസിൻ്റെ ഇടയിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഇതൊരു പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോപ്പ് സൗണ്ടിലാണിത് ബേൺ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാകുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ ഗ്യാസ്. പ്ലസ് അവിടെ എന്തെങ്കിലും ഒരു സോൾട്ട് ഉണ്ടാകാം. The metals in above reaction displace hydrogen atom from acid as hydrogen gas and forms a compound called a salt. Thus, the reaction of metal with an acid can be summarized as acid plus metal gives salt plus hydrogen gas. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അപ്പാരറ്റസിൽ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO4, ഇതാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ സിങ്കും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ രണ്ട് റിയാക്ഷനും ഈ സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ സിങ്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഹൈഡ്രജനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഹൈഡ്രജനെ ആദ്യം ഇരുന്ന പൊസിഷനിൽ നിന്ന് അതിനെ പുറത്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സിങ്കും സൾഫേറ്റും കൂടെ ഒരുമിച്ച് ചേർന്ന് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ സോൾട്ട്. സിങ്ക് സൾഫേറ്റ് ഒരു സോൾട്ടാണ്. ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആയതുകൊണ്ട് അത് പുറത്തോട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ ഉള്ള എല്ലാ മെറ്റൽസും എവറി ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് കറസ്പോണ്ടിങ് സോൾട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരു ഇക്വേഷൻ പറയാം. ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. കമ്മിങ് ടു സെക്കൻഡ് ആക്ടിവിറ്റി, place a few pieces of granulated zinc metal in a test tube. Add 2 ml sodium hydroxide. Sodium hydroxide is this NaOH ആണ് sodium hydroxide. നമ്മൾ അഗെയിൻ സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ചൂടാക്കുക. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അവിടെയുള്ള റിയാക്ഷൻ നമുക്കിതാ ഇവിടെ റിയാക്ഷനായിട്ട് തന്നെ എഴുതുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസാണ്, സിങ്ക് ഒരു മെറ്റലാണ്. അപ്പോൾ നമ്മൾ ആസിഡ് റിയാക്ട് ചെയ്ത കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് നമ്മളത് ഇത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. ഹൈഡ്രജൻ ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ്. ഹൈഡ്രജൻ അവിടെ ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഈ സിങ്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോഡിയവും ഓക്സിജനുമായിട്ട് ചേർന്ന് സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന Na2ZnO2 സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോൾട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. You find again that hydrogen is formed in the reaction. അപ്പം നമുക്ക് വീണ്ടും again ഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്. റിയാക്ഷനിൽ ഹൈഡ്രജൻ ഫോം ചെയ്തതായിട്ട് കാണാം. However, such reactions are not possible with all metals. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ എല്ലാ മെറ്റൽസുമായിട്ട് നമുക്ക് നടക്കത്തില്ല. ഇവിടെ സിങ്ക് വെച്ച് നമ്മൾ എക്സാമ്പിൾ പറയുന്നു. ബട്ട് ഇത് എല്ലാ മെറ്റൽസിലും ഈ പോസിബിൾ റിയാക്ഷൻ ഉണ്ടാകണം എന്ന് ഇല്ല. സോ നെക്സ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം.
ഹൗ ഡു മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് റിയാക്ട്സ് വിത്ത് ആസിഡ്? അപ്പം മെറ്റൽ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ആസിഡുമായിട്ടാണ് മെയിനായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. മെറ്റൽസിന് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. പക്ഷേ ബേസിൻ്റെ കേസിൽ വരുമ്പോൾ എവരി മെറ്റൽ അങ്ങനെ റിയാക്ട് ചെയ്യില്ല. ഇവിടെ നമ്മൾ സ്ട്രോങ് ബേസ് എടുത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായത്. പക്ഷേ എല്ലായ്പ്പോഴും ഈ ഒരു റിയാക്ഷൻ പോസിബിൾ ആവണമെന്ന് ഇല്ല. നെക്സ്റ്റ് നമ്മൾ പോർഷൻ എടുക്കുന്ന മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്നോ മെറ്റൽ ബൈകാർബണേറ്റ് എന്നോ ഒക്കെ പറയാം. ഇത്തരത്തിലുള്ള മെറ്റൽസിൻ്റെ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും എന്ന് നോക്കാം. അഗെയിൻ നമുക്കിതാ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, ലേബൽ ദം ആസ് എ ആൻഡ് ബി. നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, എ എന്നും ബി എന്നും കൊടുക്കുന്ന ടെസ്റ്റ് ട്യൂബാണ്. Take about 0.5 gram of sodium carbonate in test tube A and about 0.5 gram sodium hydrogen carbonate in test tube B. നമ്മളെടുത്ത് 2 കാർബണേറ്റ്സിലും ഒരേ വെയിറ്റ് സോഡിയം കാർബണേറ്റ് എടുക്കുക, സോഡിയം ബൈകാർബണേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് Na2CO3 എന്ന് പറയുന്ന കെമിക്കൽ ഫോമുലയാണ് സോഡിയം കാർബണേറ്റ്. ഇനി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ NaHCO3, അവിടെ സെൻട്രൽ ആ സോഡിയത്തിനും കാർബണേറ്റിനും ഇടയ്ക്ക് ഒരു ഹൈഡ്രജൻ വരുമെങ്കിൽ നമ്മൾ അതിനെ സോഡിയം ബൈകാർബണേറ്റ് എന്നോ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ 2 ടെസ്റ്റ് ട്യൂബിലും 2 ml ഡൈലൂട്ട് HCl ആണ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഒബ്സർവ്? പാസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് കേസ് ത്രൂ ലൈം വാട്ടർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ കഴിഞ്ഞ് എന്തോ ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഈ ഗ്യാസിനെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നതിനകത്തോട്ട് എന്ത് ചെയ്യുക, പാസ് ചെയ്ത് വിടുക. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ 2 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ സോഡിയം കാർബണേറ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ HCl ഒഴിച്ചു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ബൈകാർബണേറ്റ് ആയിരുന്നു, അതിലേക്ക് എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, HCl ആഡ് ചെയ്തു. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? മെയിനായിട്ട് നമ്മളവിടെ ഗ്യാസ് ഒരു കോൺസെൻട്രേഷൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഗ്യാസ് ഏതാണ് എന്നുള്ളതാണ്. 2ലും കാർബണേറ്റ് ഉണ്ട്. കാർബണേറ്റ് ആദ്യത്തേതിൽ സോഡിയം കാർബണേറ്റ്, രണ്ടാമത്തേൽ സോഡിയം ബൈകാർബണേറ്റ്. അത് 2 പേരും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് റിലീസ് ചെയ്യുന്നത്. അത് നമുക്ക് മെയിനായിട്ട് പഠിക്കുക. ദെൻ നമ്മൾ റീകോൾ ചെയ്യും, നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു ബേസും ഒരു ആസിഡുമാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോൾട്ടും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. വാട്ടർ മീൻസ് H2O. അതാണ് ഇവിടെ 2 ഒരേപോലെ H2O ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ ഉണ്ടായ സോൾട്ടും സെയിം ആണ്, സോഡിയം ക്ലോറൈഡ്സ് NaCl. അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആ മോളിക്യൂൾസിൻ്റെ നമ്പറിൽ മാത്രമേ മാറ്റമുള്ളൂ, പ്രോഡക്ട്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഒരു മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മെറ്റൽ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഹൈഡ്രജൻ. അതേസമയം കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനിൽ ഫലമായിട്ടുണ്ടാകുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന ഗ്യാസ് നമ്മൾ ലൈം വാട്ടറിൽ പാസ് ചെയ്തു. ലൈം വാട്ടറിൽ പാസ് ചെയ്യുന്ന സമയത്ത് ലൈം വാട്ടർ വിൽ ടേൺ മിൽക്കി. ലൈം വാട്ടറിൻ്റെ നിറം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓൺ പാസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ത്രൂ ലൈം വാട്ടർ. നോക്കിയേ, ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് ആണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് CaCO3 കാൽഷ്യം കാർബണേറ്റും വാട്ടറുമായിട്ടാണത് റിയാക്ഷൻ കഴിഞ്ഞ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മൾക്ക് ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ വൈറ്റ് കളറ് തരുന്നത്, വെള്ള നിറം നമുക്ക് തരുന്നതായിട്ട് കാണാം. ഓൺ പാസിങ് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഞാൻ എഗെയിൻ ആ ലൈം വാട്ടറിനകത്ത് ഇറ്റ് ടേൺസ് മിൽക്കി. ആ മിൽക്കി ആയതിനു ശേഷം വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഈ കാൽഷ്യം കാർബണേറ്റും വാട്ടറുമായിട്ടത് മാറി എഗെയിൻ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത്. CaHCO3 ട്വൈസ് ഉണ്ടാകുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സൊല്യൂബിൾ ഇൻ വാട്ടറാണ്, വെള്ളത്തിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്.
ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇനി നമ്മൾ കാൽഷ്യം കാർബണേറ്റ് പഠിക്കുമ്പോൾ അത് മെയിനായിട്ടുള്ള ആ, ആ, ഒരു സബ്സ്റ്റൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ ഇതൊക്കെ പല ഫോംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ്. അവരെല്ലാവരും കെമിക്കലി കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമെങ്കിലും സം കോമ്പോസിഷൻസ് ആർ ഡിഫറെൻറ്റ്, സോ ദേ ആർ ഡിഫറെൻറ്റ് ദെയർ നെയിംസ്. All metal carbonates and hydrogen carbonates reacts with acid to give a corresponding salt, carbon dioxide and water. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ആ റിയാക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒട്ടുമിക്ക മെറ്റൽ കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും എടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ദെൻ വാട്ടർ, ഇത്രയും മൂന്ന് ആൾക്കാരെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത്. സോ ജനറലൈസ് ചെയ്ത് നമുക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആസ് പ്രോഡക്റ്റ്. ഇത് മൂന്നുമാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ജനറലൈസ് ചെയ്ത ഒരു ഇക്വേഷനാണ് ഇവിടെ തരുന്നത്. അപ്പോൾ മെറ്റൽസ് ആയി, മെറ്റൽ കാർബണേറ്റ് ആയി, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആയി. അപ്പോൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ പോകുന്നത് ഹൗ ഡു ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എഗെയിൻ ഒരു ആക്ടിവിറ്റി ഇവിടെ തരുന്നുണ്ട്. Take about 2 ml of dilute sodium hydroxide in a test tube. Add 2 drops of phenolphthalein solution. What is the color of the solution? Add dilute HCl solution to above solution drop by drop. Is there any color change for reaction mixture? Why did the color of phenolphthalein changes after addition of an acid? Now add few drops of sodium hydroxide of above mixture. Does the pink color of phenolphthalein reappears? അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം, ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫിനോഫ്തലിന് ആസിഡിൽ പ്രത്യേകിച്ച് നിറമൊന്നും കാണത്തില്ല. അറ്റ് ദ സെയിം ടൈം ആൽക്കലിയിൽ ഒരു പിങ്കിഷ് കളറാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം പിങ്ക് കളർ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ സോഡിയം ഹൈഡ്രോക്സൈഡുള്ള ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഇതിനകത്തേക്ക് ഞാൻ HCl ആഡ് ചെയ്യുന്നത് ഒരു ആസിഡാണ്. അപ്പോൾ ഈ പിങ്ക് കളർ ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാം. ആഫ്റ്റർ സം ടൈം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ പിങ്ക് കളർ റീഅപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, സം റിയാക്ഷൻ ഇസ് ഹാപ്പനിങ്, അതുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. In the above activity, we have observed that the effect of a base is nullified by an acid and vice versa. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ബേസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീനെ സപ്രസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എഗെയിൻ ബേസ് ഒഴിക്കുന്ന സമയത്ത് അത് ആസിഡിൻ്റെ പ്രോപ്പർട്ടിയെ സപ്രസ് ചെയ്യുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കുന്നുണ്ട്, എന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡും HCl എന്ത് പറ്റും, റിയാക്ഷൻ സംഭവിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ OHും HClൻ്റെ Hഉം കൂടെ ചേർന്ന് H2O വാട്ടറായിട്ട് മാറുന്നു. ദെൻ ഈ സോഡിയവും Cl ക്ലോറിനും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡായിട്ട് മാറുന്നു. സോ ഹിയർ റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം, ബേസും ആസിഡും കൂടെ ചേർന്നാൽ നമുക്ക് സോൾട്ട് പ്ലസ് വാട്ടറാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ആസിഡും ബേസും തമ്മിൽ ജോയിൻ ചെയ്ത് സോൾട്ടും വാട്ടറും ആയി മാറുന്ന റിയാക്ഷനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ കുഞ്ഞിലെ അല്ലെങ്കിൽ മുന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കാം. എഗെയിൻ ഇവിടെ എന്താണ്, നമുക്ക് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളോടുകൂടി പഠിക്കേണ്ടതുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഒരു ബേസാണ്, HCl ഈസ് എൻ ആസിഡ്. ഇത് രണ്ടും കൂടെ ഫോം ചെയ്യുന്ന സമയത്ത്, ഇതിലേക്ക് ചേരുന്ന സമയത്ത് വി വിൽ ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ. ഇവിടെ കിട്ടുന്ന സോൾട്ട് സോഡിയം ക്ലോറൈഡ്, വാട്ടറിൻ്റെ ഇക്വേഷൻ H2O. അപ്പോൾ പൊതുവേ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. ഒരു ബേസും ഒരു ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും വാട്ടറുമാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അതായത് ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാലിക് ഓക്സൈഡും ആസിഡുമായിട്ട് റിയാക്ഷൻ സംഭവിച്ചാൽ എന്ത് പറ്റും എന്നുള്ളതാണ്. നമ്മൾ മെറ്റൽസ് പഠിച്ചു, മെറ്റൽ കാർബണേറ്റ്സ് പഠിച്ചു, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് പഠിച്ചു. ഇപ്പോൾ ദാ മെറ്റൽ ഓക്സൈഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Take small amount of copper oxide in a beaker and add dilute hydrochloric acid slowly while stirring.
not the color of solution. What has happened to copper oxide? You will notice that the color of solution become blue-green and copper oxide dissolves. The blue-green color of solution is due to the formation of copper chloride in the reaction. The general reaction between a metal oxide and acid can be written as metal oxide plus acid gives salt plus water. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ പഠിച്ച സെയിം പരിപാടി തന്നെയാണ്. മെറ്റൽ ഓക്സൈഡും ആസിഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സോൾട്ടും വാട്ടറും തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ, കോപ്പറിൻ്റെ ഓക്സൈഡും നമ്മൾ HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ HClഉം കോപ്പറിൻ്റെ ഓക്സൈഡും കൂടെ, നമുക്ക് കോപ്പറിൻ്റെ ഓക്സൈഡും ഉണ്ട് HClഉം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഈ കോപ്പറും ക്ലോറിനും കൂടെ കോപ്പറിൻ്റെ ക്ലോറൈഡായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ HCl കോപ്പറിൻ്റെ ഓക്സൈഡിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ നോട്ടീസ് ദാറ്റ് ദ കളർ ഓഫ് സൊല്യൂഷൻ ബിക്കം ബ്ലൂ ഗ്രീൻ ആൻഡ് കോപ്പർ ഓക്സൈഡ് ഡിസോൾവ്സ്. കോപ്പർ ഓക്സൈഡ് അവിടെ ഡിസോൾവ് ആകുന്നുണ്ട്. നമുക്ക് ആ സൊല്യൂഷൻ്റെ കളറ് ബ്ലൂ ഗ്രീൻ ആയിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ആ കളർ ചേഞ്ച് കാരണം എന്താണ്? അവിടെ എന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചേ? ഈ പറഞ്ഞിട്ടുള്ള HCl ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് അവിടെ വാട്ടറായിട്ട് മാറുന്നു. ദെൻ അവിടെ ബാക്കി വന്ന് കോപ്പറും ക്ലോറിനും കൂടെ ചേർന്ന് കോപ്പറിൻ്റെ ക്ലോറൈഡായിട്ട്, കോപ്പർ 2 ക്ലോറൈഡായിട്ട് മാറുന്നു. ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ്, ഏതൊരു മെറ്റലിൻ്റെയും ഓക്സൈഡ് ആസിഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ട് പ്ലസ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. Since metallic oxides reacts with acid to give salt and water, similar to reaction of base with an acid, metallic oxides are said to be basic oxides. അപ്പോൾ നമ്മൾ ബേസും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ എന്തിനാണ് നമ്മൾ ബേസ് പ്ലസ് ആസിഡിൻ്റെ റിയാക്ഷൻ പഠിച്ചതെന്ന് മനസ്സിലായല്ലോ. ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്നത് നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയേ, ഒരു മെറ്റാലിക് ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോഴും സോൾട്ടും വാട്ടറുമാണ് കിട്ടിയത്. വിച്ച് മീൻസ് ബേസിൻ്റെ അതേ സ്വഭാവമാണ് ഇവിടെ മെറ്റാലിക് ഓക്സൈഡും കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാ മെറ്റാലിക് ഓക്സൈഡ്സും ബേസിക് ഓക്സൈഡ്സ് ആണ്. അതായത് ബേസിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സം ഓക്സൈഡ്സ് ആണ് അവർ. അതുകൊണ്ടാണ് അവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് സെയിം പ്രോഡക്റ്റ് ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കിട്ടുന്നത്. ഇനി ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് പോർഷനാണ് റിയാക്ഷൻ ഓഫ് എ നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. നമ്മൾ മെറ്റാലിക് ഓക്സൈഡ് പഠിച്ചു, വിത്ത് ആസിഡാണ് പഠിച്ചത്. ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ് നമുക്ക് നോക്കാം. You saw the reaction between carbon dioxide and calcium hydroxide, that is lime water, in activity 2.5. നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ലൈം വാട്ടർ ടേൺസ് മിൽക്കിയുടെ കേസിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് എ ബേസ് റിയാക്ട്സ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ശരിക്കും നമുക്ക് അവിടെ ഒരു സോൾട്ടും വാട്ടറുമായിട്ട് മാറുന്നുണ്ട്. സിൻസ് ദിസ് ഇസ് സിമിലർ ടു റിയാക്ഷൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് ആസിഡ്, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ട് പ്ലസ് വാട്ടറാണ്. വി ഹാവ് ഡിസ്കസ്ഡ്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മുടെ ലൈം വാട്ടർ ടേൺസ് മിൽക്കിയിൽ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന സോൾട്ട് പ്ലസ് വാട്ടർ വിച്ച് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇവിടെ ഒരാൾ ബേസാണ്, മറ്റേ ആൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ മെറ്റലിൻ്റെ ഓക്സൈഡാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ പറഞ്ഞ ബേസ് ഈ പറഞ്ഞ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ തരുന്ന അതേ പ്രോഡക്റ്റാണ് നമുക്ക് നോൺ മെറ്റാലിക് ഓക്സൈഡുമായിട്ടും തരുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ആസിഡിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. ഉണ്ടോ, അസിഡിക് ഇൻ നേച്ചറാണ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മെറ്റൽസും മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്, കാർബണേറ്റ്സ്, അതുപോലെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റലിൻ്റെ ഓക്സൈഡ്സും ഒക്കെ ഉള്ള റിയാക്ഷനാണ്. അപ്പോൾ ന്യൂട്രലൈസേഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ള റിയാക്ഷനാണ് മെറ്റാലിക് ഓക്സൈഡും ആസിഡും, അതുപോലെ നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസ്.